ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വെറും സാധാരണക്കാർ, നമ്മുടെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനോ മക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാവുന്നതിൻ്റെ കുറച്ച് ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ടൈം. നമുക്ക് യൂട്യൂബിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ടൈം ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ട കാര്യം. പിന്നെ അതിനുശേഷം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രമല്ല, നമ്മളെ വിമർശിക്കുന്നവരും ഉണ്ട് നമുക്ക് ചുറ്റും. ഫേക്ക് ഐ ഡിയിലൂടെ ആയാലും അല്ലാത്ത ആൾക്കാരായാലും അറിയുന്ന ആൾക്കാരായാലും എല്ലാവരും നെഗറ്റീവ് കമൻസ് ഒക്കെ ഇട്ട് നമ്മളെ വെറുതെ ഫ്രസ്ട്രേറ്റ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകൾ നമ്മുടെ മുന്നിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ പറ്റുമോ? പിന്നെ അടുത്ത് ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ കയ്യിൽ കണ്ടൻറ് ഉണ്ടോ? എന്ത് കണ്ടൻറ്റിനാണ് നമ്മൾ ചെയ്യുന്നത്? ചിലപ്പോൾ ചിലർക്ക് കുക്കിംഗ് വീഡിയോസ് മാത്രം ചെയ്യാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് ഗാർഡനിങ് മാത്രം ചെയ്യാനായിരിക്കും ആഗ്രഹം, ചിലർക്ക് ഫാമിലി വ്ളോഗ്സ് ചെയ്യാനായിരിക്കും ആഗ്രഹം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ആദ്യം ഒരു കൺക്ലൂഷനിൽ എത്തുക, എന്ത് തരം വീഡിയോസാണ് നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം എന്നുള്ളത്. ഓക്കെ. പിന്നെ ഒരു ചെറിയ ഫോൺ മാത്രം മതി, ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി നിങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കോപ്പിറൈറ്റ് ആണ്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് വെച്ചു, അപ്പോൾ അതിനകത്ത് ആഡ് മ്യൂസിക് എന്ന് കാണും യൂട്യൂബിൽ. അപ്പോൾ അതിൽ നിന്ന് മാത്രം മ്യൂസിക് എടുത്ത് നമ്മുടെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ പുറത്തുനിന്നുള്ള നമ്മളൊരു മ്യൂസിക് എടുത്ത് ആഡ് ചെയ്യുവാണെങ്കിൽ വീഡിയോ മ്യൂട്ടായി പോകും, സൗണ്ട് വരത്തില്ല, വെറും വീഡിയോ മാത്രം റൺ ചെയ്തുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മോണിറ്റൈസേഷൻ വേണമെന്നുണ്ടെങ്കിൽ 4000 അവേഴ്സ് വ്യൂസും പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സും വേണം. അപ്പോൾ ഈ 4000 അവേഴ്സ് വ്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും എല്ലാം കൂടെ ചേർത്തിട്ടാണ്. ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു 1 മിനിറ്റിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 60 സെക്കൻഡ്. പക്ഷേ അതിൽ ചിലപ്പോൾ നമുക്ക് 10-20 സെക്കൻഡ് മാത്രമേ യൂട്യൂബ് നമുക്ക് തരുള്ളൂ. കാരണം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന സെക്കൻഡ്സ് ഒന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ ഇപ്പോൾ ലോങ് വീഡിയോ, ഒരു ചിലപ്പോൾ നമ്മളൊരു 10 മിനിറ്റോ 20 മിനിറ്റോ, അല്ലെങ്കിൽ ചില വീഡിയോസൊക്കെ നമ്മൾ 1 hour ചെയ്യുന്നുണ്ടാവും. അതിൽ കുറച്ച് മിനിറ്റ്സ് മാത്രമേ നമുക്ക് യൂട്യൂബ് തരുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് നമുക്ക് 4000 അവേഴ്സ് വ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുള്ളൂ. പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് ഒരു ചിലർക്ക് 1 മാസം കൊണ്ട് കിട്ടും, ചിലർക്ക് 6 മാസം എടുക്കുമായിരിക്കും കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുക, ഷോർട്സ് ചെയ്യുക. പിന്നെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ലൈവ് വരിക എന്നുള്ളതാണ്. അതായത് ബാക്കിയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെക്കാട്ടിലും നമ്മൾ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് യൂട്യൂബിൽ തന്നെ ലൈവ് പോവുക എന്നുള്ളത്. അപ്പോൾ ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ നിങ്ങൾ ലൈവ് വരാൻ ശ്രമിക്കുക. അപ്പോൾ ലൈവ് വരുമ്പോഴത്തേക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സും കൂടും, നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസും കൂടും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലർക്കും ഒരു സംശയമാണ് എങ്ങനെയാണ് വീഡിയോ എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ ഷോർട്സ് വീഡിയോ ആണെങ്കിൽ ഫോൺ നേരെ വെച്ചിട്ട് എടുക്കുക, ഇങ്ങനെ വെച്ചിട്ട് എടുക്കുക. ലോങ് വീഡിയോസ് ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനലി വെച്ചിട്ട് എടുക്കുക വീഡിയോ. കാരണം നമ്മൾ ലോങ് വീഡിയോസ് എടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ ഒരു ചെറിയ സ്പേസിൽ കാണുമ്പോഴത്തേക്കും ആൾക്കാർക്ക് അത് അത്ര ഒരു ഇമ്പ്രസീവായിട്ട് തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ നേരെ വെച്ചിട്ട് എടുത്തോളൂ, ലോങ് വീഡിയോസ് ആണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ വെച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ പലരുടെ ഒരു സംശയമാണ്, എനിക്ക് എങ്ങനെ, എൻ്റെ കയ്യിൽ അത്ര വലിയ പൈസയൊന്നുമില്ല, എങ്ങനെയാണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു സാധാരണ ഒരു ഫോൺ മതി. സാധാരണ ഒരു ഫോൺ ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ, ഉറപ്പായിട്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ കുറച്ച് നിങ്ങൾക്ക് ഫോൺ വേറെ ആരും വീഡിയോ എടുത്ത് തരാനില്ലാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രൈപോഡ് വാങ്ങിക്കുക. ട്രൈപോഡ് അല്ലെങ്കിൽ മൊബൈൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെബ്സൈറ്റ്സിൽ അത് സെയിൽ ചെയ്യുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഷോപ്സിലൊക്കെ ഉള്ളതാണ് ട്രൈപോഡ് അല്ലെങ്കിൽ മൊബൈൽ സ്റ്റാൻഡ്. പിന്നെ ലൈറ്റ്, നിങ്ങൾക്ക് വീട്ടിൽ അങ്ങനെ ലൈറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റിംഗ് ലൈറ്റ് മേടിക്കാം. ഇപ്പോൾ ഈ ട്രൈപോഡിന് പറഞ്ഞ പോലെ 400 രൂപ മുതൽ മേലോട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ റിംഗ് ലൈറ്റിനും 600 രൂപ മുതൽ മേലോട്ടുണ്ട്. പിന്നെ ഒരുപാട് ഡിസ്റ്റർബൻസ് ഉണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഡിസ്റ്റർബൻസ് ആണ്, സൗണ്ടൊക്കെ ഒത്തിരി
പ്രശ്നമാണ് എന്നുള്ളവർക്ക് ഒരു മൈക്ക് മേടിക്കാം. മൈക്കിനും വലിയ പൈസയൊന്നുമില്ല. ഒരു 400 രൂപ മുതൽ മേലോട്ട് മൈക്കുണ്ട്. പിന്നെ നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ വന്ന് തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹയർ റേഞ്ചിലുള്ള ആക്സസറീസൊക്കെ മേടിക്കാം. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് ആദ്യം $100 ആണ്. അതായത് ഒരു 8,500 രൂപയോളമാണ് ആദ്യം നമുക്ക് അത്രയും വരണം. നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ, നമുക്കത് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ $100 വരെ എത്തണം. അപ്പോൾ അത് ചെക്ക് ചെയ്യാനുള്ള പല ആപ്സും ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ യൂട്യൂബിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന പല ആൾക്കാരും തന്നെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഇൻഷോർട്ട് VN ഒക്കെ പറഞ്ഞിട്ട് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്ക് സോങ് മിക്സ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സപ്പോർട്ട് നിങ്ങൾ തേടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.